ഹലോ, വെൽക്കം ടു രുദ്ധനിസം. നമ്മളെ ഞെട്ടിത്തരിപ്പിക്കുന്ന ഉള്ളം കാലിന്നൊരു തരിപ്പ് ഇങ്ങനെ കേറി വന്ന് നമ്മുടെ ഉറക്കം തന്നെ കളയുന്ന സൈക്കോളജിക്കൽ ബോഡി ഹൊറർ സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കായി ഒരു കിഡിലോസ്കി കിടുക്കാച്ചി സിനിമ സജസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സിനിമയുടെ പേര് ബ്രിങ് ഹെർ ബാക്ക്. എന്റെ മോനെ, ഒരു രക്ഷയുമില്ലാത്ത സിനിമയാണ് ബ്രിങ് ഹെർ ബാക്ക്. നമ്മളിങ്ങനെ ആദ്യ അവസാനം വരെ പിടിച്ചിരുത്തി കളയുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ സിനിമ. ഡയറക്ഷൻ ആയാലും മ്യൂസിക് ആയാലും അഭിനയിച്ചവരുടെ പെർഫോമൻസ് ആയാലും ഒന്നിനൊന്ന് മികച്ചത് എന്ന് തന്നെ പറയാം. ഹൊറർ, ത്രില്ലർ, സൈക്കോളജിക്കൽ, സൂപ്പർ നാച്ചുറൽ എന്നീ ജോണറിൽ പെടുത്താവുന്ന ഈ സിനിമ ഈയിടേക്കാണ് പുറത്തിറങ്ങിയത്. ഓസ്ട്രേലിയൻ സംവിധായകരായ ഡാനി ഫിലിപ്പോ, മൈക്കൽ ഫിലിപ്പോ എന്നീ സഹോദരങ്ങളാണ് സിനിമ സംവിധാനം ചെയ്തത്. ഇവരുടെ തന്നെ ടോക്ക് ടു മീ എന്ന സിനിമയും വളരെയധികം ശ്രദ്ധ നേടിയ ഒരു ചിത്രമായിരുന്നു. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഈ സിനിമയിലുള്ളൂ. സാലി ഹോക്കിൻസ്, ബില്ലി ബാരറ്റ്, സോറ വോങ്, ജോന ബ്രെൻ ഫിലിപ്സ് തുടങ്ങിയവരാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി കഥയിലേക്ക് വരികയാണെങ്കിൽ, കാഴ്ചയ്ക്ക് തകരാറുള്ള പൈപ്പറും സഹോദരൻ ആൻഡിയും അവരുടെ പിതാവിന്റെ മരണത്തോടെ ലോറ എന്ന സ്ത്രീയുടെ വീട്ടിൽ എത്തപ്പെടുകയാണ്. അവിടെ ലോറ വളർത്തുന്ന ഒലിവർ എന്നൊരു പയ്യൻ കൂടിയുണ്ട്. വളരെയധികം വിചിത്ര സ്വഭാവവും അതിനേക്കാൾ ഉപരി എന്താ പറയാ നിഗൂഢത തോന്നിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഒലിവറിൻ്റെത്. ആ വീട്ടിലേക്ക് എത്തുന്ന ആൻഡിക്കും പൈപ്പറിനും നേരിടേണ്ടി വരുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയുടെ കഥ. സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് സിനിമയ്ക്ക് ബ്രിങ് ഹെർ ബാക്ക് എന്ന പേര് നൽകിയത്. പ്രേക്ഷകരെ പേടിപ്പിക്കാൻ വേണ്ടി സാധാരണ ബോഡി ഹൊറർ സിനിമകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ടെക്നിക്കാണ് ജംപ് സ്കെയറുകളൊക്കെ. പക്ഷെ ഈ സിനിമയിൽ അത്തരത്തിലുള്ള സ്ഥിരം ടെംപ്ലേറ്റുകളെ പിടിക്കാതെ തന്നെ നമ്മളെ ഭയത്തിന്റെ അങ്ങേയറ്റത്തെത്തിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ അഭിനയിച്ചവരുടെ തകർപ്പൻ പെർഫോമൻസും മ്യൂസിക്കും പിന്നെ സിനിമ നൽകുന്ന ഒരു എന്താ പറയാ നിഗൂഢത നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷവും ഒക്കെ കൊണ്ടാണ്. പിന്നെ സിനിമയുടെ അവതരണ രീതി അങ്ങനെ വലിയ പുതുമയുള്ളതാണ് എന്ന അവകാശവാദമൊന്നുമില്ല. പക്ഷെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് നൽകിയ ഒരു മരവിപ്പ് തലയ്ക്കകത്തു നിന്നും പോകാൻ കുറച്ച് സമയമെടുക്കുമെന്നത് തീർച്ചയായ ഒരു കാര്യമാണ്. ഒലിവറായി അഭിനയിച്ച ജോന ബ്രെൻ ഫിലിപ്സ് ഒക്കെ അതിഗംഭീരമായ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ സിനിമ കാണാത്തവർ എത്രയും പെട്ടെന്ന് കാണാൻ ശ്രമിക്കുക. 18+ കാറ്റഗറിയിൽ പെടുന്ന ജോണർ ആയതുകൊണ്ട് തന്നെ കുട്ടികളെ ഒരു കാരണവശാലും കാണാൻ അനുവദിക്കരുത്. മാത്രമല്ല അധികം മനക്കെട്ടി ഇല്ലാത്തവരും കാണാൻ നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ സിനിമ ഇന്ത്യയിൽ OTT പ്ലാറ്റ്ഫോമുകളിൽ ഒന്നും ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇന്റർനെറ്റിൽ ഒന്ന് കയറിയിറങ്ങിയാൽ കിട്ടാവുന്നതൊക്കെ ഉള്ളൂ. അത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ തന്നെ നിങ്ങൾ തപ്പി കണ്ടുപിടിക്കുക. ഓൾറെഡി ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പുതിയ ചാനലാണ്, അതുകൊണ്ട് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ എനിക്ക് ആവശ്യമാണ്. അപ്പോൾ സിനിമയുടെ പേര് മറക്കണ്ട, ബ്രിങ് ഹെർ ബാക്ക്.